ഇത് പ്രോപ്പർ ഒറിജിനൽ വസാബി ആണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ട്യൂബിൽ കിട്ടുന്ന വസാബി. വസാബി സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ കൊടുക്കത്തെ ഹെവി ഫ്ലേവർ ഉള്ള ഒരു സംഭവമാണ്. എന്നാ ഛർദിക്കുമ്പോ വേണം. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ചേറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചേറെ രണ്ട് സാധനം വന്നിട്ടുണ്ട്. ഓർഡർ ചെയ്തതാണ് മോനെ. ഒരെണ്ണം എനിക്ക് കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തതാണ്, വേറൊരെണ്ണം മിനിഞ്ഞാന്ന് ഓർഡർ ചെയ്തതാണ്. രണ്ടും കാണിച്ചു തരാൻ. അല്ല, ഒരെണ്ണം ഇപ്പോൾ കടയിലാണ് ഡെലിവർ ആയത്, നമുക്ക് പോയി മേടിച്ചിട്ട് വരാം. അമ്മയച്ഛനും കടയിൽ പോയാന്നും എനിക്ക് ഡൗട്ടാണ്. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. ഇവിടെ എല്ലാവരുടെയും വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മയച്ഛനും കടയിൽ പോയാൽ അല്ലെങ്കിൽ പിന്നെയും തുണി മേടിക്കാൻ പോകാൻ എനിക്ക് ഡൗട്ടാണ്. എന്തായാലും നമുക്കൊന്ന് കടയിൽ പോയിട്ട് മറ്റേ രണ്ടാമത്തെ ഷൂ വന്നായിരുന്നു. അമ്മയുടെ ആദ്യത്തെ ഷൂ ഫിറ്റ് ആയില്ല, അപ്പോൾ രണ്ടാമത് പിന്നെ ഓർഡർ ചെയ്ത് വേറൊരു ഷൂ. അത് വന്ന് അത് മേടിച്ചുകൊണ്ട് വരാം. അതിൻ്റെ വേറൊരു കെറിയറുണ്ട്, അതേ കാണിച്ചു തരാം. ആ രണ്ടാമത്തെ പാക്കേജ് ഇല്ലേ, അതാണിത്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറച്ചല്ല, പണ്ടോട്ട് എനിക്ക് അറിയാം ഈ സംഭവം, പക്ഷേ ഇതുവരെ മേടിക്കാനുള്ള അവസരം കിട്ടിയില്ല. ഇത്ര കട്ടിയുള്ള പേപ്പറാണ്. എനിക്ക് വെയിറ്റ് ചെയ്യും. ഇതാണ് വസാബി. വസാബി അറിയാം നിങ്ങൾക്ക്? ഇത് പ്രോപ്പർ ഒറിജിനൽ വസാബി ആണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ട്യൂബിൽ കിട്ടുന്ന വസാബി. വസാബി സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ കൊടുക്കത്തെ ഹെവി ഫ്ലേവർ ഉള്ള ഒരു സംഭവമാണ്. ഞാൻ കഴിച്ചിട്ടില്ല, അപ്പോൾ ഇതിന് എങ്ങനെ ടേസ്റ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒടുക്കത്തെ ഹൈ ഫ്ലേവർ, ഒരു ചെടി ഇങ്ങനെ ഉരച്ചിറക്കുന്നേ. അപ്പോൾ ഇതിപ്പോൾ ഒറിജിനൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഏകദേശം ആ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇത് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടല്ലോ. ഇതല്ലാതെ അമ്മയെ അച്ഛനെ നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഹെവി ടേസ്റ്റ് എന്ന് പറയുന്നത്. പച്ച കളറിൽ കാണുന്നില്ല, അതാണ് ഈ വസാബി. ആത്മടാലോ, ഇതാണ് സാധനം. ഇത് മെയ്ഡ് ഇൻ ജപ്പാനാ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സ്മെല്ല് എവിടെയോ മണത്ത സ്മെല്ലിനൊക്കെ ഉണ്ട്. ഡയറക്റ്റ് വായന തരട്ടെ. എൻ്റെ കണ്ണ് നിറഞ്ഞ്. ഇതിൻ്റെ ടേസ്റ്റ് ചെയ്തൊരു സോസി കഴിച്ചതൊക്കെ ഒരു ടേസ്റ്റ് ആണ്, പക്ഷേ ജസ്റ്റ് വായിലിട്ടെന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇവിടുന്ന് ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു മൂക്കിനകത്തോട്ട്. ഇത് ബീഫിനകത്തൊക്കെ കൂട്ടി കഴിക്കാം. നോക്കട്ടെ, അമ്മ വന്നിട്ട് ഇത് ട്രൈ ചെയ്യിപ്പിക്കാം. വെറും വയറ്റി കഴിക്കരുത്, എനിക്ക് വേറെ എടുക്കുന്നത് ഒന്നും കഴിച്ചില്ലല്ലോ. ബീഫ് മേടിക്കണം, അത് അമ്മയച്ഛന് തിരക്കില്ല, അപ്പം ഞാൻ തന്നെ മേടിക്കണം. വേറെ എടുക്കണം. എടാ കണ്ടോ, നിനക്ക് വേണ്ടി ഫുഡ് തീർന്നല്ലേ, ഞാൻ എടുത്തോണ്ട് വരാം. അത് കുറച്ച് കൂടിപ്പോ, അത്രയും കഴിക്കരുതായിരുന്നു. അവൻ ടേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ തൊട്ടുകൂടി ടേസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ ഒറ്റയടിക്ക് വായിലോ ഇട്ടത്. വെള്ളം കുടിക്കട്ടെ, എനിക്ക് വേദന എടുക്കുന്നു. സ്ട്രോങ് ആയിരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ വായനകത്ത് ഇങ്ങനെ പൊട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എപ്പോഴും രാവിലെ പട്ടിണി ഇരിക്കുന്നതുകൊണ്ടില്ലേ, എപ്പോഴും മിക്ക സാധനം വെറും വയറ്റിലാണ് ഹിറ്റാകുന്നത്. എന്ത് സാധനം വെറും വയറ്റ് ഹീറ്റ് ചെയ്യാൻ ഒടുക്കത്തെ എഫക്റ്റാണ്. ഇങ്ങനെ വേദന സഹിക്കാം, വേദന എടുക്കും. എടാ ഞാൻ വരാടാ, തീർന്നു പോയടാ. ഇത് നോക്ക്, തീർന്നു കിടക്കുന്നത്. ഞാൻ मराड़े जहाँ पे भी जा रहा हूँ बंदा खुद के आ रहा है एकदम से. जब मैं यहाँ पे आऊँगा മുമ്പിൽ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു, അടച്ചു കിടക്കുക. ഞാൻ പുറത്ത് പോയി മേടിക്കേണ്ടി വരും. കട അടച്ചു കിടക്കുക എനിക്ക് തോന്നി. അപ്പോൾ ഷൂ അവിടെ ഡെലിവർ ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അമ്മയോട് ചോദിക്കാം. വേണ്ട, കട അടച്ചു കിടക്കുക. അമ്മ ഫോണും എടുക്കുന്നില്ലല്ലേ. ഇന്ന് പേരെന്ന് പറഞ്ഞു? മാധവകൃഷ്ണ. മൊജിറ്റോ അല്ല വേണ്ട നിനക്ക്? മൊജിറ്റോ തന്നെ ആയിരിക്കണം, അല്ലെ നിനക്ക് 50 രൂപ ഞാൻ തരുന്നില്ല. നിനക്ക് മൊജിറ്റോ വേണോ മേടിച്ചു തരാം. ആദ്യം എൻ്റെ 50 രൂപ ചോദിച്ചത്, പക്ഷെ 50 രൂപ കൊടുക്കുന്നില്ല. മൊജിറ്റോ തന്നെ കൊടുക്കും. സ്കൂളിൽ നിന്ന് ലഞ്ച് ബ്രേക്കിന് വന്നല്ലേ ഒരു മൊജിറ്റോ മേടിക്കുന്നു. ഇവിടെ നിന്ന് കിട്ടുക? കടക്കകത്തില്ലല്ലേ സാധനം. ഇത്രയൊക്കെ ആഗ്രഹിച്ച് വന്നിട്ട് ഈ കടയിൽ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഞാൻ കണ്ടന്റെ ഫുഡ് മേടിച്ചിട്ടില്ലേ. ഇവന് മറ്റേ കുറച്ച് അടുത്തായിട്ട് വേറൊരു കടയുണ്ടാകും, അങ്ങോട്ട് പൊക്കോളും. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് ചെന്നാൽ മതി. റെഡിയല്ലേ? അമ്മമാരെ ഫുഡ് എടുത്തിട്ടുണ്ട്. ആ ഷൂ ഇല്ലേ സൈഡിലത്തെ കടയിൽ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആ കട അടച്ചിടക്കുക. കഴിക്കാൻ വല്ലതും പോയി കാണോ ചേട്ടൻ? അപ്പം എന്താ നമുക്ക് പിന്നെ വരാം. എന്താ മേടിക്കുന്നത് വെച്ചാൽ മേടിക്കും. നീ കഴിച്ചോ? ഞാൻ കേട്ടോ, ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് മോഹണ്ട. എന്നാ എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടോ ഇന്ത്യയുടെ പുറത്തുനിന്ന്. അതിനു വേണ്ടി അവന്മാർക്ക് സ്വിഫ്റ്റ് നമ്പർ വേണം. സ്വിഫ്റ്റ് നമ്പർ ഞാൻ കൊടുത്തു SBIയുടെ. ഒരേ ബ്രാഞ്ചിന് പല സ്വിഫ്റ്റ് നമ്പറാണ്. അവർക്കത് അപ്പത്തി സെൻഡ് ചെയ്യാൻ പറ്റാത്തതാണ് അവർ വേറൊരു അക്കൗണ്ട് ചോദിക്കുന്നത്. അവസാനം ഞാൻ എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ട് കൊടുത്ത് ICICയിലുള്ള. അതിനകത്താണെങ്കിൽ ദൈവമേ ICICക്ക് എവിടെ ഒരേ ഒരു സ്വിഫ്റ്റ് നമ്പറേ ഉള്ള, അല്ലെ പലതുണ്ടാ. സ്വിഫ്റ്റ് നമ്പറെ കുറച്ച് ക്ലിയർ ആയിട്ട് ആ പാസ്ബുക്കിൽ തന്നെ എഴുതിത്താ. ഇത് ആരാണിത്? പാസ്ബുക്കിൽ പോലും ഇല്ല. പാസ്ബുക്കിലോ? ഞാൻ കണ്ടില്ല പാസ്ബുക്കിൽ ഒന്ന്. എന്തായാലും മറ്റേ അമ്മയുടെ ഷൂ അവിടെ കിടക്കുന്നില്ല, മേടിച്ചിട്ട് വരാം. രാവിലെ തൊട്ട് ആഹാരം കഴിച്ചിട്ടേ ഇല്ല. കൊള്ളാല്ലേ? ആ ഷൂ വന്നായിരുന്നല്ലോ രാവിലെ. ഇതാണ് ആ പാക്കറ്റ്. എനിക്ക് തോന്നുന്നു എൻ്റെ തുണിയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ഷൂവിനെ ഇപ്പോൾ നമുക്ക് ഇവിടെ എങ്കിലും ഒളിപ്പിച്ച് വെക്കാം, അല്ലെങ്കിൽ അമ്മ വന്നിട്ട് ഞാൻ ഇല്ലാതെ തുറക്കും. ഇതായിട്ട് ഒളിപ്പിക്കാൻ ഇവിടെ ഇരുന്നാൽ നേരെ എടുക്കത്തില്ല. ഇതെന്താന്ന് നോക്കാം നമുക്ക്. ഓഹോ, ഞാൻ ഈ ഡ്രസ്സ് മേടിച്ചായിരുന്നു അഡിഡാസിൻ്റെ. അഡിഡാസിൻ്റെ ഐക്കിടെ
അഡ്രസ്സിന് വേണം തോന്നും. എൻ്റെ ഒരു ക്രീം കളർ ഓൾറെഡി ഉണ്ട്. ഇത് എൻ്റെ പച്ച. ഇതിട്ടിട്ട് പോവാം. ഞാൻ എന്തിടുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ഞാൻ ജിമ്മിൽ ഇറങ്ങുമായിരുന്നു. എൻ്റെ എഡിറ്ററിന് മെസ്സേജ് അയച്ചു. ഞാൻ എന്ത് പറയുന്നത് നോക്കട്ടെ. ഓൾറെഡി ലേറ്റ് ആണ്. ഞാൻ ഡ്രസ്സ് ഇട്ടേനുണ്ട്. സെയിം ആണ്, ജസ്റ്റ് കളർ വേറെ തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ജിമ്മിൽ പോയിട്ട് വരാനായിട്ട് നമുക്ക് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാം ഷൂവിൻ്റെത്. പിന്നെ ജിമ്മൊന്ന്, പിന്നെ വസാബി ഉണ്ട്. ഇന്ന് ഒരു എനർജി ഇല്ല എനിക്ക് ആഹാരം കഴിക്കാത്തതുകൊണ്ട്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. കഴിച്ചപ്പോൾ അമ്മേനെ സർപ്രൈസ് ചെയ്യുന്ന സമയം അമ്മ അപ്പുറത്ത് റൂമിലുണ്ട്. ഷൂ അമ്മ ഓൾറെഡി കണ്ടതാ, എന്നാലും വസാബിയാണ് മെയിൻ. വസാബി കഴിക്കുമ്പോൾ ആരും എടുത്തിട്ടില്ല ഷൂ. അമ്മേ അമ്മ ഇങ്ങോട്ട്. സർപ്രൈസ് ഷൂ. അയ്യ ഷൂ. ആ ഷൂ അതാണ് കടയിൽ വരുന്നെന്ന് പറഞ്ഞത്, മിന്ത്രക്കാര് വരുന്നെന്ന് പറഞ്ഞത്. ഇപ്രാവശ്യം സൈസ് കറക്റ്റ് ആണോ നോക്കിയോ? ഇപ്രാവശ്യം സൈസ് കറക്റ്റ് ആയാൽ മതിയായിരുന്നു. സ്കെച്ചേഴ്സ് കാലിയായിട്ടിരിക്കുന്നില്ല ബോക്സ്. ഇതെങ്ങനെയുണ്ട് ഈ ഷൂ? ലേസ്ലെസ് ആണ്. എന്റെ അമ്മ ഇത് ചെറുതാണിത്. അമ്മ ഇട്ട് നോക്കില്ലല്ലേ? ഇത് കാണുമ്പോഴേ അറിയാണ് ചെറുതാണ്. അമ്മ ഇട്ട് നോക്കുമ്പോ അത് ഇട്ട് നോക്കാനൊന്നും പറഞ്ഞ എനിക്ക് വേണ്ട. എന്റെ അമ്മ ഇത് കേർത്ത പോലും ഇല്ല. ഇട്ട് നോക്കിയല്ല. ഇതാണാ നിക്ക്. എന്റെ കൈ കൊണ്ട് ഒന്നാമത്തെ എനിക്ക് വലിച്ചിടാൻ വയ്യത്. സിമ്പിളായിട്ട് കേറണോടാ. അമ്മയല്ലേ പറഞ്ഞ 6. അമ്മയല്ലേ പറഞ്ഞ 6. 6 ഇത് 6 ഇത് 6 ഇതും കറക്റ്റ് അല്ലേ? ഒന്ന് വിട്ടേ. 7 വിട്ടേ. നോക്കട്ടെ ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. അതിന്റെ പൊക്കത്തോട് നിക്കോ? ഇത് പൊക്കത്തോട്ട് നിക്ക്. ടൈറ്റാ വിട്. അടുത്ത സൈസ് മേടിക്കാം. ഷൂ സോഫ്റ്റ് ആണോ? ഷൂ വലിയ കുഴപ്പമില്ല. ഇത് കേറ്റാൻ ബുദ്ധിമുട്ടല്ലേ അമ്മക്ക്? അപ്പൊ അടുത്ത സൈസ് മേടിക്കാം. ഇനിപോലെ അമ്മ ഷൂ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ പർച്ചേസ് ആയിരുന്നു. ഇത് റിട്ടേൺ ചെയ്യുക. ഇല്ല, ഇത് അവസാനത്തെ ഒരാഴ്ച റിട്ടേൺ അടിക്കും. എടാ നീ ഇതിന് മുന്നേ ഒരു സിമ്പിൾ ആയിട്ട് അമ്മക്ക് ഷൂ വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോടാ. ഇതും കൂടെ എത്ര നാള് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട്. വേണ്ട, ഇത് കടയിൽ കൊണ്ട് കൊടുക്കുക. ഇത് സോഫ്റ്റ് അല്ലേ ഈ ഷൂ? സോഫ്റ്റ് ആണല്ലേ? അത്തരം സോഫ്റ്റ് അല്ലടാ എനിക്ക് വേണ്ടത്. അമ്മ ഒന്ന് ആദ്യം പുരോഗമനത്തിലോട്ട് പോവമ്മ. അമ്മ ഏതോ ലോക്കൽ സാധനം എടുത്തിട്ട് കാൽവേന എടുക്കുന്നു പറയും. റിട്ടേൺ അടിക്കട്ടെ. അതല്ലടാ കുട്ടാ, ഇത് വന്നും പോകാൻ എടുക്കാൻ സമയം എടുക്കുന്നത്. ഇത്ര ഷൂ വന്നത്. ആ ഷൂ വേണ്ടെന്ന്. ഷൂ വേണ്ടായിക്കൊന്നുമില്ല. ഞാൻ സൈസ് ചേഞ്ച് ചെയ്തു. എനിക്ക് ആ കമ്പനി വേണ്ട. ഈ കമ്പനിയാണ് ഏറ്റവും നല്ലത്. വേണ്ട, സോഫ്റ്റ് ആയിട്ടുള്ള ഷൂ. സോഫ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഷൂ ആണിത്. അല്ല, അച്ഛനൊരു പീച്ചി ഷൂ പോലെ ഇടുവല്ലേടാ, അത് മതിയടാ. അമ്മ ഇവിടെ ഞാൻ ഒരു സാധനം കൊണ്ടുവരാം. ഇങ്ങോട്ട് വാ. ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. കൈ കുറച്ചെടുത്തേ, ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. എരിവല്ല, വസാബി. വസാബിയാ വസാബി. മൊസംബി അല്ല, വസാബി. എന്നാ ഛർദിക്കുമ്പോ വേണം. അച്ഛാ അച്ഛാ, ഇത് കഴിച്ചു നോക്കി അച്ഛൻ. കയ്യിലോട്ട് എടുക്കുക കുറച്ച്. ഇത് പച്ചമുളകാണ്, വേറെ ഒന്നുമില്ല. എന്താ തോന്നില്ലേ? പച്ചമുളകല്ല ഇത്, പിന്നെ വസാബിയാ. അത് തന്നെ, പച്ചമുളകാണ്. പച്ചമുളക് അരച്ചിട്ടാണിത്. ടേസ്റ്റ് ഉണ്ടാ? കുത്തലുണ്ട്. ഒരു സ്പെഷ്യലും ഇല്ല. ഇനിയും വേടാച്ചാ? ഇനിയും വേണ്ട. തിന്നണ്ട് പോയില്ലടാ. അതെന്തുവാടാ അത്? അപ്പൊ തൊട്ട് നോക്കിയപ്പോ എന്താ വിട്ടുമില്ല. അമ്മ പെട്ടെന്ന് അമ്മ കട അടച്ച് കാണും. എനിക്ക് കഴിക്കണം. ഛർദിക്കുന്നു. പിന്നെയും വെറുതെ കഴിച്ചു. നീ കുറെ ലേറ്റ് ആയി. ഫുഡ് ഉണ്ടോന്ന് അറിയത്തില്ല. കഴിച്ചപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച്. സത്യം പറയുവാണെങ്കിൽ എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല. അവന് എത്ര നല്ല ചിക്കൻ ഉണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമല്ല. അതിനെക്കാട്ടിലൊക്കെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതിൽ
ക്യാൻസറാണ്. അപ്പം വെജിറ്റബിൾ ഓയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വെളിച്ചെണ്ണയില്ല, ഓലിവ് ഓയിലില്ല, അല്ലെങ്കിൽ ബട്ടറില്ല, യാർഡില്ല, ഇതിനകത്തൊക്കെയാണ് ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷേ പുറത്തുള്ളതൊക്കെ മിക്കതും വെജിറ്റബിൾ ഓയിൽ ആയതുകൊണ്ട് അതും തന്നെ മൈനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത്. ഇനി സമയത്തും കാലത്തും പോയി ഞാൻ ബീഫ് മേടിച്ചിട്ട് വരും, ബീഫ് തന്നെ വീട്ടിൽ വെച്ച് കഴിച്ചാൽ മതി. അപ്പം പോവാം. പോകാം. അമ്മയ്ക്ക് നോക്കാൻ വേറെ കടയൊന്നും ഇല്ല, എല്ലാം അടച്ചിടക്കും. എല്ലാ കട അടച്ചെടുക്കും. ആ സമയത്തല്ലേ നമ്മൾ വരുത്തുള്ളൂ.